मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എന്റെ എല്ലാ മക്കളും സുഖമായിരിക്കുന്നല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിക്കാം എന്റെ മക്കൾ തയ്യാറല്ലേ അച്ഛാ ബച്ചോ ദേഖിയേ ബാപ്പു കാ സപ്ന ല്ലേ എന്താണ് ബാപ്പു കാ സപ്ന എന്ന് പറഞ്ഞാൽ സപ്ന എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം അത് സ്വപ്നമാണ് എന്ന് ല്ലേ ക്ലിയർ അല്ലേ യെസ് അപ്പൊ നമ്മൾ സ്വപ്നം എന്ന് എഴുതി ബാപ്പു കാ സ്വപ്ന എന്ന് പറഞ്ഞാലോ ബാപ്പുജിയുടെ സ്വപ്നം അല്ലേ ബാപ്പുജി ബാപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാപ്പുജിയാണ് അല്ലേ ബാപ്പുജി അപ്പൊ ബാപ്പുജിയുടെ സ്വപ്നം അല്ലെ എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധി കണ്ട സ്വപ്നം എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്റെ മക്കൾ തയ്യാറല്ലേ അച്ഛാ ദേഖിയേ ബച്ചോ മഹാത്മാഗാന്ധിജിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ദേഖിയേ ബച്ചോ എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ല്ലേ റെഡി അല്ലേ അച്ഛാ ബച്ചോ ഇനി എന്താണ് ഗാന്ധിജിയുടെ സ്വപ്നം എന്നുള്ളത് നമുക്ക് നോക്കാം मैं ऐसा भारत के लिए കോശിഷ് കരൂങ്ക എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യും കോശിഷ് കരൂങ്ക പരിശ്രമിക്കും ക്ലിയർ ആണോ മക്കളെ മേം ഏസാ ഭാരത് കെ ലിയേ ഞാൻ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അല്ലെ ഇത്തരത്തിലുള്ള ഭാരത് എന്ന് പറഞ്ഞ ഇന്ത്യ ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യും പരിശ്രമിക്കും ക്ലിയർ ആണോ ഇനി എത്തരത്തിലുള്ള എന്നുള്ളത് നമുക്ക് നോക്കാം ജഹാം ഊഞ്ച് നീച്ച് കാ ഭേദ്ഭാവ് ന ഹോ എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞാൽ എവിടെയാണോ ല്ലേ വലിയവനെന്നോ അതേപോലെ എവിടെ ചെറിയവനെന്നോ യാതൊരു വിവേചനവും ഇല്ലാത്ത ല്ലേ ജഹാം ഊഞ്ച് ഓർ നീച്ച് വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദ്ഭാവ് ല്ലേ ഭേദ്ഭാവ് എന്ന് പറഞ്ഞാൽ വിവേചനമില്ലാത്ത ഒരു ഇന്ത്യയെ ല്ലേ എവിടെയാണോ അതാണ് ജഹാം എവിടെയാണോ അവിടെ ഊഞ്ച് ഓർ നീച്ച് വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും പിന്നീട് എന്താ പറഞ്ഞിട്ടുള്ളത് ജാതിയ മിൽ ജുൽക്കർ രഹ്തി ഹോ എല്ലാ ജാതിക്കാരും എന്താണ് ഒത്തൊരുമിച്ച് ല്ലെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന അതാണ് ജാതിയ മിൽ ജുൽക്കർ രഹ്തി ഹോ എല്ലാ ജാതിക്കാരും എന്ത് ചെയ്യണം മിൽ ജുൽക്കർ രഹ്തി ഹേ ഒത്തൊരുമിച്ച് കൊണ്ട് മിൽ ജുൽക്കർ എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിക്കുക ഒത്തൊരുമിച്ച് ല്ലേ ഒത്തൊരുമിച്ച് എന്ത് ചെയ്യണം രഹ്തിഹോ ജീവിക്കുക ല്ലേ ജീവിക്കുന്നത് ല്ലേ അതേപോലെ സ്ത്രീ പുരുഷ് കാ സമാൻ ല്ലേ സ്ത്രീ പുരുഷ് കാ സമാൻ ല്ലേ എന്താണ് അങ്ങനെ പറഞ്ഞാൽ സമാൻ അധികാർ ഹോ സ്ത്രീ പുരുഷന്മാർക്ക് തുല്യമായ അവകാശം അതാണ് സമാനമായ എന്നൊക്കെ പറയുന്നത് സമാൻ ല്ലേ തുല്യമായ സ്ത്രീ പുരുഷന്മാർക്ക് എങ്ങനെ ആവണം തുല്യമായ എന്ത് കൊടുക്കണം അധികാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അവകാശം അപ്പൊ എന്താണ് എല്ലാ ജാതിക്കാരും ഒത്തൊരുമിച്ചിട്ട് എന്ത് ചെയ്യണം ജീവിക്കണം അതേപോലെ സ്ത്രീ പുരുഷ സമാൻ ല്ലേ അധികാർ ഹോ സ്ത്രീക്കും പുരുഷനും തുല്യമായ അധികാരമുള്ള ഒരു ഇന്ത്യയെ ഞാൻ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷനും തുല്യമായ അധികാരമുള്ള അതേപോലെ എല്ലാ ജാതിക്കാരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും കോശിഷ് കരൂങ്ക പരിശ്രമിക്കും ഇനി പറയുന്നുണ്ട് ഓർ ദുനിയാ സേ ഹമാരാ സംബന്ധ് കൂടാതെ ലോകത്തോടുള്ള ഹമാരാ സംബന്ധ് ഹമാരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് സംബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധം ല്ലേ കൂടാതെ ലോകത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് ശാന്തി ഓർ ഭായ്ചാരേ കാ ഹോ ശാന്തി ഓർ ഭായ്ചാരേ കാ ഹോ എന്താണ് അങ്ങനെ പറഞ്ഞാൽ സമാധാനത്തിന്റെയും ഓർ ഭായ്ചാരോം കാ സാഹോദര്യത്തിന്റെയും യഹി ഹേ മേരാ സ്വപ്നോ ഖേ ഭാരത് അതായത് ഓർ ദുനിയാ സേ ഹമാരാ സംബന്ധ് ഈ ലോകത്തോടുള്ള
നമ്മുടെ ബന്ധം എങ്ങനെയുള്ളതാവണം? ശാന്തി ഓർ ഭായ്ചാരേക്കാഹോ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂടെയുള്ളതാകണം അല്ലെ. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? ആ സമാധാനത്തിന്റെയും ഓർ സാഹോദര്യത്തിന്റെയും അല്ലെ. സമാധാനത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉള്ളതാകണം ലോകത്തോടുള്ള നമ്മുടെ ബന്ധം. എന്നിട്ട് അവസാനമായിട്ട് നമ്മുടെ മഹാത്മജി പറയുകയാണ്, യഹി ഹേ, ഇതാണ് മേരാ സ്വപ്നോം കാ ഭാരത്, ഇതാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്നുള്ളത് പറയുകയാണ്. എത്രത്തോളം കരുതലായിരുന്നു നമ്മുടെ ഇന്ത്യയെ കുറിച്ച് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് എന്നുള്ളത് നമുക്ക് ഈ പാഠഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? എന്റെ എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് മാഷ് കരുതുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.